എടാ, നിങ്ങളുടെ ഗ്രൂപ്പിന്റെ അസൈൻമെന്റ് ഒക്കെ എന്തായി? റെഡിയായോ? ആടാ, അസൈൻമെന്റ് ഒക്കെ റെഡിയായി. എനിക്ക് കുറച്ച് കളർ കൊടുക്കാൻ മാത്രമേ ബാക്കിയുള്ളൂ. അത് ക്ലാര വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട്. അവള് ചെയ്തു കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ, അത് ശരി. നിങ്ങളുടെ ഗ്രൂപ്പിൽ വല്ലതും ആയാ മതിയായിരുന്നു. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞേ? നിങ്ങളുടെ ഗ്രൂപ്പിന് എന്താ കുഴപ്പം? ആ, കുഴപ്പം മാത്രമേ ഉള്ളൂ. നല്ല ബെസ്റ്റ് 2 ആൾക്കാരാ നമ്മളുടെ ഗ്രൂപ്പിലേക്ക് കിട്ടിയത്. അവറ്റിങ്ങളെ 2 മറ്റുള്ളവരുടെ കുറ്റവും പറഞ്ഞ് നടക്കുക. അസൈൻമെന്റിന്റെ ഒരു കാര്യം പോലും അവര് നോക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഞാനെന്തിനാ വെറുതെ അതും കേട്ട് അവിടെ നിൽക്കുന്ന വിചാരിച്ചിട്ട് ഞാൻ നേരെ ഗ്രൗണ്ടിലേക്ക് പോയി. അത് കഴിഞ്ഞ് അവിടെ എന്താ സംഭവിച്ചതെന്ന് ആർക്കറിയാം. ആ, ബെസ്റ്റ്. ഞാൻ അവിടെ പോയിട്ട് വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഞാനതിൽ കുറച്ച് ഡിസൈൻ ഒക്കെ വരച്ചു കൊടുത്തു. പിന്നെ അതിൽ എഴുതേണ്ട കാര്യങ്ങളൊക്കെ ലിയയാ ചെയ്തത്. ബാക്കി കളറൊക്കെ കൊടുത്തത് ക്ലാരയും. ആടാ, ലിയ നല്ലതുപോലെ അസൈൻമെന്റ് ഒക്കെ ചെയ്യാറുണ്ട്. അവക്കാ നല്ല മാർക്കൊക്കെ കിട്ടാറ്. ഈ അലീനന്റെ സാൻഡ്രോയിഡ് ഗ്രൂപ്പിലായതുകൊണ്ട് എന്റെ അസൈൻമെന്റിന്റെ മാർക്ക് പോയി കിട്ടി. ആടാ, സംസാരിച്ചെന്ന് ടൈം പോയിതേ. ബസ് ഇപ്പൊ പോവും. വേം വാ. ആടാ, ദാണ്ടേ വരുന്നു. ദൈവമേ, എന്തൊരു മഴയാ! ഇതൊന്നും പ്രതീക്ഷിക്കാതെ. സമയാണെങ്കിൽ 6 മണി കഴിയാറായി. ഇതെന്ത് ചെയ്യാം? എന്റെ കയ്യിലാണെങ്കിൽ കൊടയും ഇല്ല. ഈ മഴയാണെങ്കിൽ നിൽക്കുന്ന ലക്ഷണം കാണുന്നില്ലല്ലോ. കൊട എടുത്താ മതിയായിരുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനി വേറെ വഴിയില്ല. വേഗം നടക്ക തന്നെ. ആ, ലിയല്ല ഇവിടെ നിൽക്കുന്നത്. ഇവളെന്താ ഈ സമയത്ത് ഈ മഴയത്ത് ഇവിടെ ഇങ്ങനെ ഒറ്റക്ക് നിൽക്കുന്നത്? അലക്സ്, ലിയ, നീ എന്താ ഈ സമയത്ത് ഇവിടെ ഇങ്ങനെ ഒറ്റക്ക് നിൽക്കുന്നത്? അതും ഈ മഴയത്ത്? അത് പിന്നെ അലക്സ്, ഞാൻ ട്യൂഷന് പോയിട്ട് വരുമായിരുന്നു. പെട്ടെന്നാ മഴ പെയ്തത്. എന്റെ കയ്യിലാണെങ്കിൽ കൊടയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇവിടെ കയറി നിക്കാന്ന് കരുതി. ഓ, എന്തായാലും സമയം ഇപ്പോ 6 മണി കഴിയാറായി. ഈ സമയത്ത് ഇവിടെ ഒറ്റക്ക് നിൽക്കുന്നത് അത്ര സേഫ് അല്ല. താനൊരു കാര്യം ചെയ്യ്, താൻ എന്റെ കൂടെ വാ. തന്റെ വീട് എവിടെയാന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ വരെ കൊണ്ടുവന്നാക്കി തരാം. ഏയ്, അതൊന്നും വേണ്ട അലക്സ്. മഴ ഇപ്പൊ ചെറുതായിട്ട് കുറയുന്നുണ്ട്. ഞാൻ തനിയെ പോയിക്കോളാം. എന്നെ തന്റെ ഒരു ഫ്രണ്ടായിട്ട് കണ്ടാ മതിയടോ. ഇവിടെ ഈ സമയത്ത് നിൽക്കുന്നത് അത്ര സേഫ് ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. താൻ എന്റെ കൂടെ വാ. ഇവിടെ വരെ മതി. ഇവിടെ നിന്നെ അങ്ങോട്ട് കുറച്ച് നടക്കാനേ ഉള്ളൂ. മഴ നല്ലതുപോലെ കുറഞ്ഞല്ലോ. ആ, എന്നാ ശരി. എന്നാ താ പോക്കോ, ഞാനും പോട്ടെ. ഒരു കാര്യം പറയാനുണ്ട്. എന്താ? താങ്ക്സ്. ഏയ്, താങ്ക്സ് ഒന്നും വേണ്ട. എന്നെ തന്റെ ഒരു ഫ്രണ്ടായിട്ട് കണ്ടാ മതി എന്ന് ഞാൻ പറഞ്ഞതല്ലേ. അതൊക്കെ ഓക്കെ. എന്നാലും ഇരിക്കട്ടേന്നേ. ആ, എന്നാ ശരി. എന്നാ ശരി, ബൈ. ബൈ. ഏയ്, എന്താ പോകുന്നില്ലേ? പോവാ. ലിയ സേഫായിട്ട് വീട്ടിലെത്തി കാണോ? ഒരു മെസ്സേജ് അയച്ചു നോക്കിയാലോ? ഹലോ, താൻ വീട്ടിലെത്തിയായിരുന്നോ? ഞാൻ നേരത്തെ എത്തിയല്ലോ. എന്തേ? ഏയ്, ഒന്നുമില്ല. താൻ വീട്ടില് എത്തുന്നവരെ ഒന്നും ഞാൻ അവിടെ നിന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് സേഫായിട്ട് എത്തുകയും ചോദിക്കാൻ വേണ്ടി മെസ്സേജ് അയച്ചതാ. ഞാൻ നേരത്തെ എത്തിയായിരുന്നു. അല്ല, ആ മയത്ത് നീ എവിടെ പോയിട്ട് വരുമായിരുന്നു? ഞാനോ? ഞാനാണെങ്കിൽ ഒന്ന് കട വരെ പോയതാ. പോയിട്ട് വരുമ്പോഴാ നല്ല മഴ പെയ്തത്. അത് ശരി. അല്ല, നാളെ നമുക്ക് അസൈൻമെന്റ് വെക്കണ്ടേ? വെക്കാതെ പിന്നെ. അത് ക്ലാരയുടെ കയ്യിലല്ലേ ഉള്ളത്? അത് നാളെ അവള് വരുമ്പോ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു ഇന്റർവെല്ലിന്റെ ടൈം ഒക്കെ ആകുമ്പോ വെക്കാല്ലേ? അതെന്തിനാ അത്ര ലേറ്റ് ആക്കുന്നേ? നമുക്ക് രാവിലെ തന്നെ അങ്ങ് വെച്ചാ പോരെ? ഏയ്, രാവിലെ
രാവിലെ തന്നെ വെക്കണ്ട, നമ്മളെപ്പോഴും ഇന്റർവെല്ലിലാ വെക്കാറ്, അങ്ങനെ തന്നെ വെക്കാം. ആ എന്നാ അങ്ങനെ ആയിക്കോട്ടെ. എന്നാ ശരി, ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. ബൈ. ആ ഓക്കെ ബൈ. എന്തു പറ്റി തമ്പുരാട്ടിക്ക്? ഇന്ന് നേരത്തെ ആണല്ലോ. ഇന്ന് നേരത്തെ എണീറ്റു, അതുകൊണ്ട് നേരത്തെ വന്നു. ഓ അങ്ങനെയാണല്ലേ. ഇന്നെന്ത് തണുപ്പായിരുന്നല്ലേടി. ഇന്നലെ വൈകുന്നേരം നല്ല മഴയല്ലായിരുന്നോ, അതുകൊണ്ട് ഇന്ന് രാവിലെ പുതച്ചു മുടി കിടന്ന് ഉറങ്ങാനാ തോന്നിയത്. ആ പിന്നല്ലാതെ ഇന്നലെ ഭയങ്കര മഴയായിരുന്നു. ഞാനാണെങ്കിൽ ട്യൂഷന് പോയി വരുന്ന വഴിക്ക് ഭയങ്കര മഴ. എന്റെ കയ്യിലാണെങ്കിൽ കൊടയുമില്ല. ഞാനാണെങ്കിൽ പെട്ട അവസ്ഥയിലായിപ്പോയി. എന്നിട്ട് നീ എന്താ ചെയ്തേ? എങ്ങനെ വീട്ടിലേക്ക് പോയേ? മഴ കുറയുന്നത് വരെ നീ അവിടെ തന്നെ നിന്നോ? ഏയ് ഇല്ലടി, കറക്റ്റ് ടൈമിൽ തന്നെ അലക്സ്. വേണ്ട, ഇവളോട് അലക്സ് എന്നെ ഹെൽപ്പ് ചെയ്ത കാര്യമൊന്നും ഇപ്പൊ പറയണ്ട. ഇപ്പൊ എന്താ പറയാ? ആ ഇല്ലടി, കറക്റ്റ് സമയത്ത് എന്റെ കസിൻ ഉണ്ടായിരുന്നു, അലക്സാൻഡ്ര. അവള് വന്നിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അല്ല, നീ ഇപ്പൊ എന്തോ അലക്സ് എന്നോ മറ്റോ പറയുന്നത് ഞാൻ കേട്ടു. അലക്സ് എന്നോ? ഞാനിപ്പോ അലക്സ് എന്ന് പറഞ്ഞത്? ഞാന് അലക്സാൻഡ്ര എന്ന് പറഞ്ഞത്. എന്റെ കസിന്റെ നെയിം അലക്സാൻഡ്ര എന്നാ. അലക്സാൻഡ്രയോ? അതേത് കസിനാടി? നീ ഇതുവരെ അവളെ കാര്യം എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അയ്യോ പെട്ടല്ലോ ദൈവമേ, ഞാനിപ്പോ എന്താ പറയാ? നീ എന്തൊന്നും മിണ്ടാത്തേ? ഞാൻ എന്നോട് ചോദിച്ചത്, നീ അവളെ കാര്യം എന്നോട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ലല്ലോ. അത് പിന്നെ അവളെന്റെ വലിയ അടുത്ത കസിനൊന്നല്ലേടി. അവളെന്റെ ദൂരെയുള്ളൊരു അമ്മായിന്റെ മോളാ. അവള് പിന്നെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നപ്പോ എന്നെ കൂട്ടിയിട്ട് വീട് വരാക്കി തന്നു. ഒന്നും അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ലല്ലോ. ഇവളെന്തൊക്കെയോ എന്റെ അടുത്തുനിന്ന് മാർക്കുന്നുണ്ട്. ഞാൻ കണ്ടുപിടിച്ചോണ്ട്. മതി നോക്കിയത്, അവരിങ്ങോട്ടേക്ക് തന്നെയാ വരുന്നേ. അത് എന്റെ മാർക്കർ അവന്റെ കയ്യിലായി പോയടി. അത് അവന്റെ കയ്യിൽ ഉണ്ടോ നോക്കാൻ വേണ്ടിട്ട് നോക്കിയത്. അല്ലടി, നീ അസൈൻമെന്റ് കൊണ്ടുവന്നായിരുന്നോ? അതൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അല്ല, എപ്പോഴാ വെക്കണ്ടേ? നമുക്കൊരു ഇന്റർവെല്ലിന്റെ ആ ടൈമിൽ വെച്ചാ പോരെ? ആടി, ഇന്റർവെല്ലിനൊക്കെ വെച്ചാ മതി. സാറെന്തായാലും ആ സമയത്തായിരിക്കും വെക്കാൻ പറയുന്നത്. രാവിലെ ചില പിള്ളേരൊക്കെ വെക്കും. എന്തായാലും നമുക്ക് ഇന്റർവെല്ലിന് വെച്ചാ മതി. ഓക്കെ സെറ്റ്. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പൊ എല്ലാവരോടും ഇന്നലെ പറഞ്ഞ കാര്യം എന്തായി? എല്ലാവരുടെ അസൈൻമെന്റ് കംപ്ലീറ്റ് ആയോ? കംപ്ലീറ്റ് ആയവരും കംപ്ലീറ്റ് ആവാത്തവരും എല്ലാവരും ഇന്ന് എന്തായാലും ഷുവർ ആയിട്ട് വെക്കേണ്ടതാണ്. ഇന്ന് ഇന്റർവെല്ലിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഇന്റർവെല്ലിന്റെ ആ ടൈമിലോ ആയിട്ട് എന്തായാലും വെക്കേണ്ടതാണ്. ഞാൻ ചെക്ക് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഈസ് ഇറ്റ് ക്ലിയർ? യെസ് ക്ലിയർ സാർ. യെസ് സാർ, ക്ലിയർ. ചുമ്മാതിരിയടി. ഓ ഞാനൊന്നും മിണ്ടുന്നില്ലേ. ആടി ബെല്ലടിച്ചു. വാ നമുക്ക് അസൈൻമെന്റ് വെക്കാം. നിക്കടി, പോവാൻ വരട്ടെ. നമുക്കൊന്ന് അലക്സിനെ കൂടി ഒന്ന് വിളിക്കണ്ടേ? അവൻ നമ്മളെ ടീമിലുള്ള ഒരാൾ തന്നെയല്ലേ. അതിന് അവനെവിടെ പോയി? അവനെവിടെ ഒന്നും കാണുന്നില്ലല്ലോ. അവനാ ഗ്രൗണ്ടിലെ മറ്റോ ഉണ്ടാവും. വാ നമുക്ക് പോയി നോക്കാം. ശരി. എടി, അലക്സിന്റെ കൂടെയുള്ള ആ പെൺകുച്ചാരാ? നീയല്ലേ പറഞ്ഞത് അവനങ്ങനെ ഗേൾസിനോട് സംസാരിക്കുന്ന ടൈപ്പ് ഒന്നല്ലെന്ന്. എന്നിട്ടിതേ അവളോട് ഇതേ കൊഞ്ച് സംസാരിക്കുന്നു. ആടി, അവനങ്ങനെ ഗേൾസിനോട് സംസാരിക്കുന്ന ടൈപ്പ് ഒന്നല്ലായിരുന്നു. ഇപ്പൊ അവൻ നമ്മളോടൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ, അതുപോലെ സംസാരിക്കുന്നതായിരിക്കും. സംസാരിക്കുന്നതൊക്കെ, ബട്ട് ഇങ്ങനെ ചിരിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ സംതിങ് ഫിഷിങ് എന്തോ ഇവരുടെ ഇടയിൽ ഉണ്ടല്ലോ. അതിനെന്തിനാടി നീ ഇങ്ങനെ പൊസസീവ് ആവുന്നേ? പൊസസീവ് ആവാനോ? ഞാനോ? അത് നിനക്ക് തോന്നുന്നതായിരിക്കും. ഓ, അപ്പൊ എല്ലാം എന്റെ തോന്നലായിരിക്കും അല്ലേ? അത് പിന്നെ നീ അത് വിട്. വാ നമുക്ക് പോവാം. ഇപ്പൊ ബെല്ലടിക്കും. അല്ലടി, പോവാൻ വരട്ടെ. കുറച്ച് സമയം നമുക്ക് അവന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അവൻ വന്നില്ലെങ്കിൽ നമുക്ക് പോവാം. അവൻ വരുന്നത് വരെ ഒന്നും വെയിറ്റ് ചെയ്യാൻ എനിക്ക് വയ്യ. വേഗം വാ, ഇപ്പൊ ബെല്ലടിക്കും. അല്ലടി, കുറച്ച് സമയം കൂടി ഒന്ന് വെയിറ്റ് ചെയ്തൂടെ? ഞാൻ പോവാം, നീ വരുന്നുണ്ടെങ്കിൽ വാ. ഞാൻ വരുന്നു, നിക്ക്. എന്തായാലും ആരായിരിക്കും അവള്? അവര് രണ്ടുപേരും ഇപ്പം സംസാരിച്ചിരിക്കുമായിരിക്കോ? ഒന്ന് പോയിട്ട് നോക്കിട്ട് വന്നാലോ? എടി, ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് ഇപ്പൊ വരാവേ. എന്നാ പിന്നെ ഞാനും വരാടി. വേണ്ട, നിനക്ക് വാഷ്റൂമിലൊന്നും പോണ്ടല്ലോ. ഞാനൊന്ന് പോയിട്ട് വേഗം വരാം. എന്നാ ശരി, നീ വേഗം പോയിട്ട് വാ.
എന്തൊരു സംസാര, ഭയങ്കര ചിരിയൊക്കെ ആണല്ലോ. ഇത്ര അടിപൊളിയായിട്ട് ചിരിക്കാനൊക്കെ അറിയാലേ. എന്തായാലും ആരായിരിക്കും അവള്? ഇതറിയാനായിട്ട് എനിക്കൊരു മനസ്സമാധാനം ഇല്ലല്ലോ. അല്ല, ഞാനെന്തിനാ ഇതാലോചിക്കുന്ന ടെൻഷൻ അടിക്കുന്നേ? ഇനിയിപ്പോ ക്ലാര പറഞ്ഞതുപോലെ എനിക്ക് പൊസസീവ് ഒക്കെ അടിച്ചു തുടങ്ങിയോ? ഇല്ല ഇല്ല, അങ്ങനെയൊന്നുമില്ല. എടാ, ലിയ ഇങ്ങോട്ടേക്ക് തന്നെ നോക്കുവാണല്ലോ. അവക്ക് എന്തോ നിന്നോട് പറയാനുണ്ടെന്നാ തോന്നുന്നേ. അല്ല, അവള് നമ്മളെ ക്ലാസ്സിലെ സ്റ്റുഡന്റാ, നമ്മുടെ ഒരു ഫ്രണ്ട് എന്നൊക്കെ പറയാം. അയ്യോ, കണ്ട് വേഗം ഇവിടെ നോടാ, അതാ നല്ലേ. ഓ, ആകെ നാണം കെട്ടല്ലോ. ഞാൻ അവിടെ നിന്ന് അവര് സംസാരിക്കുന്നതൊക്കെ ഒളിഞ്ഞു നോക്കുവാന്ന് വിചാരിക്കോ? നോക്കണ്ടായിരുന്നു, എനിക്ക് എന്തിന്റെ കേടായിരുന്നു. May I come in? യെസ്, കമ്മിങ്. അയ്യോ, ഇവനായിരുന്നോ? പെട്ടല്ലോ. ഇനി വേറെ വഴിയില്ല, അങ്ങ് അഭിനയിച്ച് തകർക്ക തന്നെ. എന്തായി, അസൈൻമെന്റ് ഒക്കെ വെച്ചോ? ഇല്ല, വെക്കാൻ പോവാ. എന്നാ അതിങ്ങി തന്നേര്, ഞാൻ കൊണ്ടേ വെക്കാം. അതിനൊന്നും ആവശ്യമില്ല. നിന്നെ വെയിറ്റ് ചെയ്ത് നമ്മൾ എത്ര നേരമെന്നറിയോ അവിടെ ഇങ്ങനെ നിക്കുന്നേ? നീയാണെങ്കിൽ വേറെ പലരോടും സംസാരിച്ച് നിക്കുക. പിന്നെ വെയിറ്റ് ചെയ്ത് മടുത്ത് നമ്മളെ രണ്ടുപേരും വന്നു. ഇനി നമ്മൾ തന്നെ വെച്ചോളാം, നിന്റെ ഒരു ആവശ്യമില്ല. ഇവളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഇവക്കെന്താ ഓരോരോ സമയത്ത് ഓരോരോ സ്വഭാവമാണല്ലോ. ഞാൻ ജൂലിയോട് സംസാരിക്കുന്നത് കണ്ടിട്ടായിരിക്കും ഇവളീ പറയുന്നത്. അല്ല, ഞാൻ ആരോട് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നാ പറഞ്ഞേ? അതാരാന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഒരു പെങ്കുച്ചായിരുന്നു. അവളോട് നീ ചിരിച്ചു മയങ്ങി സംസാരിക്കുമായിരുന്നു. പിന്നെ അതും കണ്ട് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാനൊന്നും നമുക്ക് വയ്യ. അതുകൊണ്ടാ നമ്മളിങ്ങ് വന്നേ. അപ്പൊ അത് തന്നെ കാര്യം. ഞാൻ ജൂലിയോട് സംസാരിക്കുന്ന കണ്ടിട്ടാ ഇവളിങ്ങനെയൊക്കെ പറയുന്നേ. അല്ല, ഞാൻ പല ഗേൾസിനോട് സംസാരിക്കും. അതിന് നിനക്കെന്താ? എനിക്കെന്താ? നീ ആരോട് വേണമെങ്കിൽ സംസാരിച്ചോ, അതിന് എനിക്കൊരു ചുക്കുമില്ല. ആണോ? എന്നിട്ടാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? അതിന് ഞാനെന്താ പറഞ്ഞത്? നീ അവിടെ ഇങ്ങനെ സംസാരിച്ചു നിൽക്കുന്നത് വരുന്ന വെയിറ്റ് ചെയ്യാൻ എനിക്ക് വയ്യായിരുന്നു. അതുകൊണ്ട് ഞാനിങ്ങ് പോന്നു. അത്രയല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഞാൻ പോയിക്കേ, എനിക്ക് അസൈൻമെന്റ് വെക്കാനുണ്ട്. ഞാൻ പോവാ. ശരി, പോയിക്കോ. കഷ്ടിച്ചാ രക്ഷപ്പെട്ടത്. ഞാൻ അവൻ സംസാരിക്കുന്നത് ഒളിഞ്ഞു നോക്കുവാണെന്ന് അവന് വിചാരിച്ച് കാണുമോ? അവൻ എന്തൊക്കെയോ ഡൗട്ടൊക്കെ വന്നിട്ടുണ്ട്. ഡിലിയെ, നീ എന്നോട് വാഷ്റൂമിൽ പോവാന്ന് പറഞ്ഞിട്ടല്ലേ പോയത്? എന്നിട്ടിപ്പോ ഇവിടെ നിക്കുവാ? അത് പിന്നെ ഞാൻ വാഷ്റൂമിൽ പോയിട്ട് വരുവായിരുന്നു. അപ്പൊ ഇവിടെ ഒരു പട്ടിക്കുട്ടിനെ കണ്ടു, അതിനെ കളിപ്പിച്ചോണ്ടിരിക്കുവായിരുന്നു. പട്ടിക്കുട്ടിയോ? ഇവളെന്നെ പട്ടിക്കുട്ടി ആക്കിയല്ലോ, ദൈവമേ. ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. ഇനി ഇവിടെ ഇങ്ങനെ നിന്നാലേ ഇവളെന്നെ വല്ല കാണ്ടാപുരകമാക്കി മാറ്റും. ഇവിടുന്ന് പോകുന്നതാ എനിക്ക് ആരോഗ്യത്തിന് നല്ലത്. പട്ടിക്കുട്ടിയോ? എന്നിട്ട് അതെന്തേ? അതിത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ അവിടെ എവിടെയോ പോയി തോന്നുന്നു. എന്നിട്ട് എനിക്കൊന്നും കാണാൻ പറ്റില്ലല്ലോ. എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. വാ, നമുക്ക് അസൈൻമെന്റ് വെക്കാം. ബെല്ലടിച്ചു. ഇനി വെക്കാൻ പറ്റുമെന്ന് പോലും അറിയില്ല. ബെല്ലടിച്ചോ? അതെപ്പോ? പിന്നെ ബെല്ലൊക്കെ നേരത്തെ അടിച്ചു. ഇനി എന്തായാലും വെക്കാൻ പറ്റുമെന്ന് അറിയില്ല. നമുക്കൊന്ന് പോയി നോക്കാം. ശരി, വേഗം വാ, ഇനി അധികം ലേറ്റ് ആക്കണ്ട. ഇവിടെ എവിടെയോ എന്റെ നോട്ട്ബുക്ക് വെച്ചായിരുന്നല്ലോ. അതെവിടെ പോയി? ഒരു സാധനം വെച്ച സ്ഥലത്ത് കാണില്ല. ഈ ബുക്കിനാണോ ഇങ്ങനെ നോക്കുന്നേ? അതെ. അല്ല, ഇതെവിടുന്നാ നിനക്ക് കിട്ടിയേ? അതെ, കുറച്ചു മുമ്പ് ഇവിടെ ഒരു പട്ടിക്കുട്ടി വന്നായിരുന്നു. അത് കൊണ്ടുവന്ന് തന്നതാ. എന്നിട്ട് പറഞ്ഞു ലീയൊക്കെ കൊടുത്തോളാൻ. പട്ടിക്കുട്ടിയോ? ഇവനെന്താ വട്ടായോ? എനിക്ക് വട്ടൊന്നുമില്ലാന്നേ. നീ നേരത്തെ ഒരു പട്ടിക്കുട്ടീനെ കളിപ്പിച്ചില്ലായിരുന്നോ? അതേ പട്ടിക്കുട്ടി തന്നെയാ എനിക്കിത് കൊണ്ടുവന്ന് തന്നത്. ആക്കിയതല്ലേ? അല്ല, സത്യമായിട്ട് അതേ പട്ടി. മതി, അതിങ്ങിതാ. നമ്മളവിടുന്ന് നേരത്തെ പട്ടിക്കുട്ടിയുടെ കാര്യമൊക്കെ പറയുന്നത് അലക്സി കേട്ടായിരുന്നോ? ആർക്കറിയാം. ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ്. എല്ലാവരും അസൈൻമെന്റ് ഒക്കെ വെച്ചല്ലോ? യെസ് സാർ, വെച്ചിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും ഇംഗ്ലീഷിലെ ടെക്സ്റ്റ് എടുത്ത് വെച്ചേ. ഇനി നമുക്കൊരു ന്യൂ സ്റ്റോറി കേൾക്കാം. ഒരു പട്ടിക്കുട്ടിയുടെ സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. സ്റ്റോറിയുടെ നെയിമാണ് എ ലിറ്റിൽ പപ്പി.
ആഹാ, പട്ടിക്കുട്ടിയുടെ സ്റ്റോറിയോ? സാർ വേഗം പറ സാർ, ഇത് നല്ലൊരു സ്റ്റോറിയാന്ന് കേട്ടെ. ശ്ശേ, ഇയാൾക്ക് ഈ സ്റ്റോറി മാത്രമേ പറയാൻ കണ്ടുള്ളൂ. എന്തൊരു ചിരിയാ. എടി, ഇന്നത്തെ ദിവസം ആകെ ഒരു പട്ടിമയാണല്ലോ. പട്ടിമയോ? അതെന്ത് മയോ? അല്ല, ഇതിപ്പോ കൊറേ നേരമായി ഞാനിപ്പോ പട്ടിക്കുട്ടിയുടെ കഥയും പട്ടിക്കുട്ടിയെ കളിപ്പിച്ച കഥയൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ട്. ഷേ, എന്താന്നറിയില്ലടി, ഇന്നത്തെ ദിവസം മൊത്തം പോക്ക. ഇന്ന് രാവിലെ ആരെയാണാവോ കണി കണ്ടത്. ഡി, സാർ ഇതിങ്ങോട്ടേക്ക് തന്നെയാണല്ലോ നോക്കുന്നത്. നമ്മള് സംസാരിക്കുന്നത് കണ്ടിട്ടാന്ന് തോന്നുന്നു. ലിയ, എവിടേക്ക് ശ്രദ്ധിക്കുന്നേ? താൻ ക്ലാസ്സിൽ തന്നെയാണോ അതോ? സാർ, ചെലപ്പോ പട്ടിക്കുട്ടിയെ ഓർക്കുമായിരിക്കും. പട്ടിക്കുട്ടിയോ? ഏത് പട്ടിക്കുട്ടി? ഷോ, ഇതിപ്പോ വലിയ ശല്യാണല്ലോ. അല്ല, സാറിപ്പോ ഒരു സ്റ്റോറി പറഞ്ഞില്ലേ, അതിലെ പട്ടിക്കുട്ടിയെ കുറിച്ച് ഓർക്കുമായിരിക്കും ഞാൻ ഉദ്ദേശിച്ചത്. ഓ അങ്ങനെ. അലക്സെ, മതിയാക്കിയത്. പാവം ജീവിച്ചു പൊക്കോട്ടെ. ഏയ് ചുമ്മാ, ഇതൊക്കെ ഒരു രസമല്ലേ. ഡി, അലക്സ് കൊറേ സമയമല്ലോ ഈ പട്ടിക്കുട്ടിയുടെ കഥയും കൊണ്ട് തുടങ്ങിയിട്ട്. ഇനി ഇതിന്റെ പുറകില് വേറെന്തെങ്കിലും വല്ല സ്റ്റോറിയോ മറ്റോ ഉണ്ടോ? എന്ത് സ്റ്റോറി? അവന് വട്ട, അതുകൊണ്ട് എങ്ങനെയൊക്കെ പറയുന്നേ. ഇതിപ്പോ എല്ലാം കൂടി എനിക്ക് വട്ടാവുന്നാ തോന്നുന്നേ. ഡി, ഇനി നീയും കൂടി തുടങ്ങല്ലേ, അല്ലെങ്കിൽ തന്നെ അവന്റെ ആക്കര് സഹിക്കാൻ പറ്റുന്നില്ല. ഇനി നിന്നെയും കൂടി സഹിക്കാൻ വയ്യ എനിക്ക്. ശരി ദിവാ, ഇന്റർവെല്ലായി, നമുക്കൊന്ന് ലൈബ്രറി വരെ പോയിട്ട് വരാം. നീ പൊക്കോടി, എനിക്കെന്തോ ഒരു മൂഡില്ല. നീയും കൂടി വാന്നേ, നിന്റെ ബുക്കും കൂടി എടുക്കാൻ എനിക്ക് വയ്യാട്ടോ. വേണ്ടടി, നീ എന്റെ ബുക്കൊന്നും എടുക്കണ്ട. ഞാൻ എന്റെ ബുക്ക് പിന്നെ പെങ്കി എടുത്തോളാം. നീ ഇപ്പൊ പോയിട്ട് നിന്റെ ബുക്ക് മാത്രം എടുത്തിട്ട് വാ. ആ ശരി, എന്നാ ഞാൻ പോയിട്ട് വരാം. ഓ, ഇവരുടെ സംസാരം കഴിഞ്ഞിട്ടില്ലേ? അല്ല, ഇവളെന്തിനാ നമ്മുടെ ക്ലാസ്സിന് മുമ്പിൽ വന്നിട്ട് തന്നെ സംസാരിക്കുന്നേ? ഇവർക്ക് വേറെ എത്രയോ സ്ഥലമുണ്ട്, എന്നിട്ട് ഇവിടെ സംസാരിക്കുന്ന സ്ഥലം കണ്ടുള്ളൂ. അലക്സേ, നേരത്തെ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു പെണ്ണ് ഒളിഞ്ഞു നോക്കില്ലായിരുന്നോ? ആ പെണ്ണ് തന്നെ അല്ലത്. അവൾ ഇങ്ങോട്ടേക്ക് തന്നെയാ നോക്കുന്നേ. ഏയ്, അവളങ്ങനെ ഒളിഞ്ഞു നോക്കുമെന്നല്ലായിരിക്കും. നമ്മളിപ്പോ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് കണ്ടിട്ട് വെറുതെ നോക്കുമായിരിക്കും. അല്ലടാ അലക്സേ, നീ എന്തിനാ അവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നേ? ആ, അത് തന്നെ. ഇവൻ ക്ലാസ്സിൽ വന്ന അന്ന് മുതലേ ലിയനോടൊരു സോഫ്റ്റ് കോൺ ഇല്ലേന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. എന്തൊക്കെയാണ് അലക്സ ഞാൻ കേൾക്കുന്നേ? ഉങ്ങൾക്ക് ലവ്, കാതൽ, പ്യാർ ഇതൊക്കെ വന്നു തുടങ്ങിയോ? രണ്ടുപേരൊന്ന് വാട്സ് മിണ്ടാതിരുന്നേ. കാതലാണത്രേ, കാതൽ. ജാക്കെ, നീ വരുന്നുണ്ടോ? ഞാൻ ക്ലാസ്സിലോട്ടേക്ക് പോവാ. ആ, പൊയ്ക്കോ, ഞാൻ കണ്ടുപിടിച്ചോളാം മോനെ. ജൂലി, വെറുതെ അവന്റെ വായിലിരിക്കുന്നത് കേൾക്കണ്ട. നീ വേഗം ക്ലാസ്സിലോട്ടേക്ക് വിട്ടോ, ഞാനും പോട്ടെ. ആ ശരിയാ, അവൻ കളിപ്പായാലേ കുറച്ചൊന്ന് പണിയാ. എന്നാ ശരി, ഞാൻ പോവാ. ബൈ. ഈ ക്ലാര എവിടെ പോയി കിടക്കുക? അവക്കിനി വരാനായിട്ടില്ലേ? ബെല്ലടിച്ചിട്ട് 2 മിനിറ്റ് കഴിഞ്ഞല്ലോ. ഒന്ന് പോയി നോക്കിയിട്ട് വന്നാലോ? ഓ, ഒന്ന് മാറിത്തരാമോ? ഓ, കലിപ്പിലാണല്ലോ. എവിടേക്കാ? പട്ടിക്കുട്ടീനെ കളിപ്പിക്കാനോ? ഓ ശല്യം, നീ ഇതെന്നെ വിട്ടില്ലേ? ഒന്ന് മാറിത്തരാവോ? എനിക്ക് ക്ലാരയുടെ അടുത്തേക്ക് പോണം. വന്നു ഞാൻ. ആ വന്നോ? നീ ഇതെവിടെ പോയി കിടക്കുമായിരുന്നു? ഞാൻ എവിടെയൊക്കെ നോക്കിയെന്നറിയോ? എത്ര നേരമായി നീ പോയിട്ട്? ഒന്നിങ്ങ് വന്നേ. ഇവക്കിതെന്താ പറ്റിയേ? ഇത്രയധികം ആക്കണ്ടായിരുന്നു. ഇപ്പൊ ഇതെന്ത് പറഞ്ഞ സോൾവ് ആക്കാം. ചിരിക്കുന്ന കണ്ടില്ലേ? ഞാനിപ്പോ അങ്ങോട്ട് നോക്കിയിട്ട് ചിരിക്കുമെന്ന് വിചാരിച്ച് കാണും. എന്റെ പട്ടി ചിരിക്കും. ഷോ, പട്ടി വേണ്ട, പട്ടി വേണ്ട, മടുത്തു എനിക്ക്. ഒടുക്കത്തെ കലിപ്പാണല്ലോ. ഇനി അങ്ങോട്ടേക്ക് അധികം നോക്കണ്ട. ആ, അത് ശരിയാ. ആ, എന്നാ ശരിയടാ, പപ്പ വന്നിട്ടുണ്ട്. ഞാൻ പോവാട്ടോ. ബൈ. ഓ, എന്തോരം വലിയ കാറാ. ഭയങ്കര റിച്ച് ഫാമിലിയാന്നാ തോന്നുന്നേ. ക്ലാരെ, നിനക്ക് അതെ ആ പോകുന്ന പെണ്ണിനറിയോ? ഏത് പെണ്ണ്? അവിടെ കുറെ പെമ്പിള്ളേരുണ്ടല്ലോ. ഡി, അവിടെ ഇതേ കാറിൽ കയറി പോകുന്നേ. ഏത്? ആ അലക്സിനോടും ജാക്കിനോടും സംസാരിച്ചോണ്ടിരിക്കുന്ന ആ പെങ്കൊച്ചിനാണോ നീ പറയുന്നേ? ആ, അവള് തന്നെ. അവളുടെ പേരൊക്കെ നിനക്കറിയോ? ഏയ്, എനിക്കൊന്നും അറിയാൻ പാടില്ല. ഈ സ്കൂളിലെ ന്യൂ അഡ്മിഷൻ ആണെന്ന് തോന്നുന്നു. ആ, എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നേ. ഇതിനു മുമ്പ് ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. അല്ല, ഇതൊക്കെ അറിഞ്ഞിട്ട് ഇപ്പൊ നിനക്കെന്തിനാ?
അല്ല വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാൻ ചോദിച്ചതാ. നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നത്? നിങ്ങളുടെ ബസ്സിന് വന്നിട്ടില്ലേ? ഇല്ലടാ വന്നിട്ടില്ല, ഇപ്പൊ വരുമായിരിക്കും. ആ, നാളെ സ്പെഷ്യൽ ക്ലാസ് ഇല്ലേ? നിങ്ങൾ പോകുന്നുണ്ടോ? ഇല്ല, നമുക്കൊരു ചിന്ന പരിപാടി ഉണ്ട്. അല്ല നിങ്ങൾ പോകുന്നുണ്ടോ? ഇല്ല, നമുക്കൊരു പരിപാടി ഉണ്ട്. നിങ്ങൾക്ക് എന്ത് പരിപാടിയോ? പള്ളിയില് നാളെ പെരുന്നാളല്ലേ, നമ്മള് രണ്ടുപേരും അതിന് പോവാന്ന് വിചാരിക്കുന്നുണ്ട്. ആഹാ, നമ്മളും അങ്ങോട്ടേക്ക് തന്നെയാ. എന്നാ പിന്നെ നാളെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോയാലോ? അത് ശരിയാവില്ല, എന്റെ പപ്പയും അമ്മയൊക്കെ വരുന്നതാ. പപ്പ കണ്ട പിന്നെ ആകെ പ്രശ്നമാവും. എന്ത് പ്രശ്നം? നമ്മളെല്ലാവരും ഫ്രണ്ട്സ് ആന്ന് പറഞ്ഞാ പോരെ? അതൊന്നും ശരിയാകത്തില്ല. എന്റെ ഒരു കസിന് കൂടിയുണ്ട്, അവള് വേറെ വല്ലതും വിചാരിക്കും. അതുകൊണ്ട് ഒറ്റക്കൊറ്റക്കായിട്ട് പോകുന്നതാ നല്ലത്. ആ, എന്നാ ശരി, അങ്ങനെ തന്നെ പോവാം. അല്ല ചാക്കെ, നിങ്ങളുടെ ബസ് ഇവിടെ അല്ലല്ലോ നിർത്തുന്നേ, ദേ അവിടെയല്ലേ നിർത്താറ്. പിന്നെ നിങ്ങൾ ഇവിടെ ഇങ്ങനെ നിന്നാല് ബസ് മിസ്സാവില്ലേ? ആ, അത് പിന്നെ ആര് പറഞ്ഞു? ബസ് ഇവിടെ നിർത്താറുണ്ടല്ലോ. അതിനിപ്പോ ഞാൻ തന്നോട് എന്തെങ്കിലും ചോദിച്ചോ? ഇല്ലല്ലോ, ഞാൻ ജാക്കിനോടല്ലേ ചോദിച്ചേ. എനിക്ക് പറയാൻ തോന്നി, ഞാൻ പറഞ്ഞു. അതിന് നിന്നെ താനിങ്ങനെ ചൂടാവുന്നേ? അത് പിന്നെ നിന്നോട് ചോദിച്ചത് നീ പറഞ്ഞാ മതി. നീ എന്തിനാ ജാക്കിനോട് ചോദിക്കുമ്പോ പറയാൻ നിക്കുന്നേ? അതൊന്നും പറ്റത്തില്ല. എനിക്ക് പറയാൻ തോന്നിയ ഞാൻ പറയും. ഇതെന്താ ഇപ്പൊ ഇവിടെ നടക്കുന്നേ? ആർക്കറിയാം. അലക്സേ, നീ വരുന്നുണ്ടോ? ബസ് വരാനുള്ള ടൈമായി. ആടാ, ദാണ്ടെ വരുന്നു. പൊക്കോ പൊക്കോ, വേഗം പൊക്കോ. കുറച്ചു ദിവസമായിട്ട് നിങ്ങൾ രണ്ടുപേരും ഭയങ്കര അടിയാണല്ലോ, എന്താ സംഭവം? അവനോട് ചോദിക്കേ, അവൻ എന്തിന്റെ കേടാന്നു. അയ്യോ വേണ്ടേ, എനിക്കൊന്നും അറിയണ്ട. പിന്നെ എന്റെ ബസ്സിന്റെ പൈസ കാണാനില്ല. എന്തോന്ന്? നീ നല്ലോണം നോക്കിക്കേ. ഇല്ലടി, ഞാൻ ബാഗിലൊക്കെ നോക്കി, എവിടെയും കാണാനില്ല. അയ്യോ, ഇപ്പൊ എന്താ ചെയ്യാ? എന്റെ കയ്യിലാണെങ്കിൽ എക്സ്ട്രാ പൈസയൊന്നും ഇല്ല, ഒരാളുടെ പൈസ മാത്രമേ ഉള്ളൂ. നീ ഇവിടെ നിക്ക്, ഞാനൊന്ന് ക്ലാസ്സിൽ വരെ പോയി നോക്കട്ടെ. ചിലപ്പോ അവിടെ എങ്ങാനും വീണിട്ടുണ്ടെങ്കിലോ? എന്നാ വേഗം ചെല്ലേ, വേഗം പോയി നോക്കിട്ട് വാ, ബസ് ഇപ്പൊ വരും. ആടി, ഞാൻ വേഗം വരാം, ഒരു 5 മിനിറ്റ്. വേഗം ഒന്ന് എത്തിയാ മതിയായിരുന്നു. ഇനിയിപ്പം ബസ് കിട്ടാണ്ട് നടന്നു പോകേണ്ടി വരുമോ ഈശ്വര? നീ ഇവിടെ നിക്കേ, ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് ഇപ്പൊ വരാം. എടാ, ഇപ്പൊ പോയാ എങ്ങനെയാ? ബസ് ഇപ്പൊ വരും. ആടാ, ബസ് വരാൻ ഇനി ഒരു 5 മിനിറ്റ് കൂടി ഉണ്ടല്ലോ, അതിനു മുമ്പ് ഞാൻ എത്തും. ശരി, എന്നാ വേഗം ആയിക്കോട്ടെ. ഇതെവിടെ പോയി കിടക്കുക? ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. ചിലപ്പോ അലക്സിനോടുള്ള ദേഷ്യം കൊണ്ട് എവിടെയെങ്കിലും വെച്ച് മറന്നുപോയി കാണും. ഇനി ഞാൻ എന്ത് ചെയ്യും? എങ്ങനെ ബസ്സിൽ ഇപ്പൊ പോവാ? ഇവളെന്താ ഇപ്പൊ ഇവിടെ കിടന്ന് തപ്പുന്നേ? എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ. അവൻ എന്തിന്റെ കേടാ? ഓരോരോ സമയം ഓരോരോ സ്വഭാവമാണല്ലോ. എന്തോ എനിക്ക് അവൻ ഓന്താണെന്നാ തോന്നുന്നേ. ഓന്തിന്റെ സ്വഭാവം അവന്റെ എടുക്കാം. അവരോടുള്ള ദേഷ്യം കൊണ്ട് എവിടെയെങ്കിലും വെച്ചത് തന്നെ ആയിരിക്കും. എന്റെ പൈസ എവിടെ പോയി? ഹലോ, എന്റെ കുറ്റം പറയല് കഴിഞ്ഞോ? ഈശ്വര, ഞാൻ പറഞ്ഞതൊക്കെ കേട്ട് കാണുമോ? കേട്ടല്ലോ, എല്ലാം കേട്ടു. ഇവനെന്തിനാണാവോ എന്നെ ഇത്ര ദേഷ്യത്തിൽ നോക്കുന്നേ? അല്ല, താനെന്താ എന്നെ കുറ്റം പറഞ്ഞോണ്ട് ഇവിടെ കിടന്ന് തപ്പുന്നത് കണ്ടേ? അതിനായിരുന്നോ? ഒരു നിമിഷത്തേക്ക് ഞാനങ്ങ് ഇല്ലാണ്ടായി പോയി. എന്തോന്ന്? അത് പിന്നെ എന്റെ ബസ്സിന്റെ പൈസ കാണാനില്ല. അത് ഇവിടെ എങ്ങാനും വീണിട്ടുണ്ടോന്ന് നോക്കാൻ വേണ്ടി വന്നതാ. അതാണോ? അതിനാണോ താനിങ്ങനെ വെപ്രാളപ്പെടുന്നേ? അതിവിടെ എങ്ങാനും വീണിട്ടുണ്ടെങ്കിൽ തന്നെ അതാരെങ്കിലും എടുത്തിട്ടുണ്ടാവും. തന്റെ ബസ്സിന്റെ പൈസ ഞാൻ തരാം. അതൊന്നും വേണ്ട. നിനക്ക് ബസ്സിന് പോകേണ്ട പൈസയല്ലേ നിന്റെ കയ്യിലുണ്ടാവുള്ളൂ. ഞാന് വേറെ ആരുടെങ്കിലും ചോദിച്ചോളാം. അല്ല, ഞാൻ കാരണല്ലേ നിന്റെ ബസ്സിന്റെ പൈസ മിസ്സായേ. എന്നോടുള്ള ദേഷ്യം കാരണം നീ എവിടെയോ വെച്ചതാണെന്നൊക്കെ നീ പറയുന്നത് കേട്ടല്ലോ. അത് പിന്നെ ഇന്ന് മൊത്തം നീ എന്നെ ചൊറിഞ്ഞോട് നിന്നില്ലേ, അതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതിന്റെ ദേഷ്യത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞതാ. നീ ദേഷ്യപ്പെടുന്നത് കാണാനേ പ്രത്യേക ഒരു ഭംഗിയാ. എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഒന്നുമില്ല. തന്റെ ബസ്സിന്റെ പൈസ ഞാൻ തരാന്ന് പറഞ്ഞതാ. താങ്ക്സ്. താൻ നാളെ പള്ളിയിൽ പെരുന്നാളിന് വരില്ലേ? വരുമായിരിക്കും. ഉറപ്പാണല്ലോ? പോവാന്ന പപ്പ പറഞ്ഞേ. അല്ല, താൻ നേരത്തെ ഒരു കസിനോ മറ്റോ വരൂന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അതെന്റെ ആന്റിയുടെ മോളാ, അവളും വരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാ പിന്നെ എനിക്കൊന്ന് പരിചയപ്പെടുത്തി തന്നേക്കണേ. പിന്നെന്താ, പരിചയപ്പെടുത്തി തരാലോ.
ശരിക്കും പരിചയപ്പെടുത്തി തരണം കേട്ടോ, പറ്റിക്കരുത്. ഇല്ലാന്നേ, ശരിക്കും പരിചയപ്പെടുത്തി തരാട്ടോ. എന്നാ ശരി, എനിക്ക് ബസ് വരാൻ ടൈമായി, ഞാൻ പോവാട്ടോ. ബൈ.